ഇന്ന് ഞാൻ കുറച്ച് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ആണ്. ഇന്ത്യയിൽ ഇത്രയും ലിപ്സ്റ്റിക്സ് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങിക്കാൻ. ഓക്കെ, അപ്പോൾ അന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ലിപ്സ്റ്റിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ. അതിലൊക്കെ ചുണ്ടൊന്ന് സമർപ്പിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്സ് കണ്ടാലോ, കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. എനിക്കറിയില്ല, എപ്പോഴോ എന്നെ കുറച്ച് ലിപ്സ്റ്റിക് അഡിക്റ്റ് ആക്കിയിട്ടുള്ളൊരു ബ്രാൻഡാണെന്ന് തോന്നി ഡാസ്ലർ. കാരണം ഇത് 5 മാസത്തിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാസ്ലറിൻ്റെ. അന്നെൻ്റെ അത് 2 ലിപ്സ്റ്റിക്കേ ഉള്ളായിരുന്നു. അന്ന് ഞാൻ എന്നത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതലൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ 12 മണി അടിക്കുന്നു കേട്ടാ. കഴിഞ്ഞു. ഹലോ, ഇതിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 5 മാസത്തിന് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡിൻ്റെ, അതായത് തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഡാസ്ലറിൻ്റെ 2 ബ്രാൻഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 2 ബ്രാൻഡെന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്, 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് DL825 അല്ലല്ല DL C025 DL C004 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഷെയ്ഡ്സ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഒത്തിരി സജഷൻസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പല്ലുകൊടുക്കുന്നത് എന്താണെന്നറിയത്തില്ല, മൊത്തത്തിൽ അബദ്ധമാണല്ലോടാ. എനിക്കിഷ്ടപ്പെട്ട ഷെയ്ഡ്സാണ്. അപ്പോൾ ഡസ്കി ടു ഡിപ്പർ സ്കിൻ ടോണിന് അത്യാവശ്യം മാച്ചായിട്ട് പോകുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സോടാണ് അവർ പറയുന്നത്. എല്ലാ സ്കിൻ ടോണും ഇന്ത്യൻ ടൈപ്പിൻ്റെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരും കേട്ടോ. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ കടയിലൊക്കെ പോയി നോക്കിയെടുത്തിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് ഷെയ്ഡ് ഒറ്റ ദിവസം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയൊന്നുമല്ല, അതിനുശേഷം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. ഇത് എനിക്കൊരു 3-4 മണിക്കൂർ വരെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട് കേട്ടോ. ഈ ഒരു 80 രൂപയുടെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ നിൽക്കുന്ന വലിയ കാര്യമല്ലേ. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും പടർന്നു വരില്ല കേട്ടോ. പിന്നെ ഇട്ട് നമ്മൾ അപ്പം തന്നെ നോക്കുവാണെങ്കിൽ അത് പടരും, കയ്യിലാവും. പിന്നെ നമ്മളൊന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും പോവില്ല. പിന്നെ ഒരു 3-4 മണിക്കൂറൊക്കെ കഷ്ടിച്ച് നിൽക്കും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പോവും. പിന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ പൊതുവേ നല്ലൊരു ഇതാണ്. അപ്പോൾ അന്ന് എനിക്ക് കുറേ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 5 മാസത്തിന് ശേഷം ഞാനിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പെറുക്കി കൂട്ടിയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ആട്ടോ, വളരെ കുറച്ച് ഉള്ളൂ. കണ്ടോ, ഇഷ്ടണ്ടേ. ഇത് ഞാനിപ്പോൾ അടുത്ത് പുതിയതായിട്ട് വാങ്ങിച്ച 2 ലിപ്സ്റ്റിക്സാണ്. ഇത് രണ്ടും ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊക്കെ ഒന്നിട്ട് കണ്ടാലോ, എങ്ങനെ ഉണ്ടെന്നറിയാം. നമ്മുടെ ഇരുനിറക്കാർക്കും കുറച്ചുകൂടെ ഡാർക്കായവർക്ക് ചേരുന്ന ഷെയ്ഡ്സാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ കടകളിൽ, അടുത്തുള്ള കടകളിലൊക്കെ ഉണ്ടല്ലോ, ഇത് ഒത്തിരി അവൈലബിൾ ആട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്, സ്വാച്ച് ചെയ്യാനായിട്ട് ഷെയ്ഡ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കൊന്ന് വാങ്ങിച്ച് നഷ്ടം വന്നു എന്നുള്ളൊരു തോന്നൽ വേണ്ടാലോ. അങ്ങനെ എനിക്ക് തോന്നിയൊരു സാധനം കേട്ടോ ഈ ഒരു സാധനം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. അതായത് ഡാസ്ലറിൻ്റെ DL C003. എനിക്ക് ചെറുതായിട്ട് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്നൊരു ഷെയ്ഡാട്ടോ ഇത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ടൊക്കെ ഇടാറുണ്ട് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഷെയ്ഡ് തന്നെയാണ്. DL825 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ മറ്റേത് തന്നെ കേട്ടോ, അതായത് DL C025. അപ്പം ഞാൻ ഇതിനകത്ത് കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കുപ്പിയല്ല അതിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. കാരണം അതേ കണ്ട, ഇതിൻ്റെ അകത്ത് ഇനി ഒന്നുമില്ല. ഞാൻ വടിച്ചെടുത്ത് ഇതിനകത്ത് ഇനി ഒന്നുമില്ല. ഇത് തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ മിനി ലിപ്സ്റ്റിക്സ് വാങ്ങിച്ചത്. കണ്ട, ഇതും തീരാറായി. പിന്നെ ഇതൊക്കെ തീർന്നിട്ട് ഇനി വാങ്ങിക്കാം. അറിയില്ലേ, എൻ്റെ കയ്യിൽ ഇത്രയും ലിപ്സ്റ്റിക്സ് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങിക്കാൻ. ഓക്കെ, അപ്പോൾ അന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ലിപ്സ്റ്റിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ. അപ്പോൾ അതേ കണ്ട, ഇതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷെയ്ഡ്. ഞാൻ എൻ്റെ കയ്യിലൂടെ വരച്ച് കാണിക്കാം കേട്ടോ. നല്ലൊരു ഷെയ്ഡാട്ടോ. പിന്നെ ഇതിൻ്റെ മണം ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം വാങ്ങിച്ചപ്പോൾ അത്രയേ ഉള്ള മണമൊന്നും ഇല്ല കേട്ടോ ഇതിന്. ഇപ്പോൾ ഇത്ര കുറച്ച് നാളായി ഞാനിത്. ഇത് പെട്ടെന്ന് തീരും ഈ മിനി ലിപ്സ്റ്റിക്സ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ മിനി ലിപ്സ്റ്റിക്സ് ആണ് വാങ്ങിക്കുന്നത്, പക്ഷെ വാങ്ങിച്ചത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ്, ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ കൈ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇത് ഡാസ്ലറിൻ്റെ DL C04. ഇതും എൻ്റെ തീരാറായിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് നേരത്തെ വാങ്ങിച്ച ലിപ്സ്റ്റിക്സ് ആട്ടോ. ഇത്രയൊന്നും ഞാൻ പുറത്തൊന്നും പോകാൻ നേരത്തെ ഇട്ടുകൊണ്ട് പോകാറില്ല. അപ്പോൾ ഞാൻ വെറുതെ ഷെയ്ഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാട്ടോ, എനിക്കിഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ നോക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ആ ഒരു ഷെയ്ഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് മാത്രമേ എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് കാണിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ കളയാനൊന്നും പോകുന്നില്ല. നല്ലൊരു ഷെയ്ഡാണിത്. ഇത് DL C04. ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഷെയ്ഡാണ്, എനിക്കിഷ്ടമാണ്. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ആ ഷെയ്ഡ് തന്നെ ഇടാം. ഡാസ്ലറിൻ്റെ DL C003. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് 004. കണ്ടോ, ഈ ഒരു ഷെയ്ഡ് എനിക്ക് അതുകൊണ്ട് ചേരുന്നില്ല.
എന്നെക്കാട്ടി കുറച്ചൊരു കളറൊക്കെ ഉള്ളവർക്ക് ചേരുന്നൊരു ഷെയ്ഡായിരിക്കും. ഈ ഒരു ഷെയ്ഡാണ്. എനിക്കിത് ചേരുന്നില്ല, പക്ഷേ കുറച്ച് ലൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. ഞാനിത് 3 ടോണാണ്. ഞാൻ മിക്കവാറും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ഹനുമാൻ്റെ ചുണ്ട് പോലെ ആകാൻ തോന്നുന്നു. പിന്നെ എനിക്ക് ഒത്തിരി സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഒരു റെഡ് ഷെയ്ഡ് ട്രൈ ചെയ്യുമേ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചൊരു ഷെയ്ഡാണിത്. DLC006. ഇതൊരു മതി എറിച്ച് നിൽക്കുന്ന റെഡാട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഇത്രയൊന്നും ഉണ്ടാറില്ല കേട്ടോ, വളരെ ലൈറ്റായിട്ട്. പിന്നെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് കുറേ നേരം നിൽക്കും കേട്ടോ. അപ്പോൾ എപ്പോഴേലൊക്കെ ചുണ്ടൊന്ന് സമർപ്പിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുന്ന ഒരു ഷെയ്ഡാണ്. എന്താ കുഴപ്പമില്ല, ഇത്രയും ഇടായിരുന്നു മതി. ഞാൻ ഇത്രയൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാണിക്കുന്നുണ്ട് ഇത്ര ഇടുന്നതാണ്. ഞാൻ ആകെ കൂടി വാരി പൊത്തുന്ന ഒരു ഷെയ്ഡ് DLC025, അതായത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന 825. അത് മാത്രം ഞാൻ ഇങ്ങനെ വാരി ഇങ്ങനെ പൊത്തി വെക്കത്തുള്ളൂ. അതിങ്ങനെ എത്ര ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊരു സമാധാനം പറ്റില്ല. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തീരുന്നത്. ഇതും ആ ഒരു സമയത്ത് വാങ്ങിച്ചാൽ കേട്ടോ. ഒരു 5 മാസത്തിന് മുമ്പൊക്കെ വാങ്ങിച്ചാണ് ഇതൊരു ഷെയ്ഡും. ഇതിന് വലിയ ഉപകാരം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇപ്പോഴും ഇരിക്കുന്നു. വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ. കുഴപ്പമില്ല. പിന്നെ ഇപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. അതായത് ഡാസ്ലറിൻ്റെ DL830. നല്ലൊരു ഷെയ്ഡാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എനിക്കിഷ്ടമായി മണം. നല്ലൊരു ഷെയ്ഡാട്ടോ ഇത്. മിക്കവാറും എൻ്റെ ചുണ്ടിലെ തുലിയെല്ലാം ഇളകിയിരിക്കുന്ന ലക്ഷണമുണ്ട്. ഈ ഒരു ഷെയ്ഡാട്ടോ, ഡാസ്ലറിൻ്റെ DL842. നല്ലൊരു ഷെയ്ഡാണ്. അത് ഇച്ചിരി വളഞ്ഞു പോയി, അതുകൊണ്ട് നേരെ ഇരിക്കാനേ. കണ്ടോ, നല്ല ഷെയ്ഡല്ലേ. ചോട്ടാ ഹേ, പെട്ടെന്ന് തീരും ഹേ. നല്ല ടിഷ്യൂ പേപ്പർ എടുക്കാം. ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഇത് ആക്ച്വലി ഉണ്ടല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയ കേട്ടോ. എൻ്റെ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പം റെഡിനോട് എപ്പോഴും ഒരു കമ്പം തോന്നിയപ്പം ഒരു റെഡ് ഷെയ്ഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴോ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചാട്ടെ ഈ ഒരു റെഡ് ഷെയ്ഡ്. വേണ്ടായിരുന്നു 2 എണ്ണം, സാരമില്ല. അപ്പോൾ ഇതാട്ടോ ആ ഒരു ഷെയ്ഡ്. ഇതേത് ഷെയ്ഡ്? ഇത് DL831 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാട്ടോ. മറ്റേനെക്കാട്ട് വൃത്തിയിട്ടുള്ളൂ അല്ലേ. ആക്ച്വലി ഞാൻ അതിൽ ഇട്ടിട്ടില്ല കേട്ടോ. ആക്ച്വലി എവിടെ നിന്ന് കയറുന്നില്ല. വലിയ കുഴപ്പമില്ല. ഇത് രണ്ട് ഏകദേശം ഒരു താൻ തോന്നല്ലേ. കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്രയും ഷെയ്ഡ്സ് ആട്ടോ. അതായത് 1 2 3 4 5 6 7 ഷെയ്ഡ്സ്. 7 ഷെയ്ഡ്സാണ്. 8 കുപ്പികളും ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരെണ്ണം തീർന്നതാണ്, ഒരെണ്ണം തീരാറായതാണ്, അല്ല 2 എണ്ണം തീരാറായതാണ്, ഒരെണ്ണം തീർന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ 8 കുപ്പികളുണ്ട് കേട്ടോ. പക്ഷേ 7 ഷെയ്ഡ്സാണ്. 7 ഷെയ്ഡ്സ് എല്ലാം എനിക്കിഷ്ടമാണ്. ഇത് മാത്രമുള്ള എനിക്കൊരു ഇതല്ല, മറ്റേതും ഒരു ചെറിയ പണി കിട്ടിയാണ് DL. അത് പക്ഷേ ഒത്തിരി ഇടായിരുന്നാൽ മതി കേട്ടോ, കുഴപ്പമില്ല. നല്ല ലിപ്സ്റ്റിക് ബ്രാൻഡാണെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എനിക്കറിയില്ല, എന്നെ പോലെ അല്ലല്ലോ, എല്ലാം പല ടേസ്റ്റ് ഉള്ളവരല്ലേ എല്ലാവരും. എനിക്ക് ലിപ്സ് ഒന്നും ഡാർക്ക് ആക്കിയിട്ടില്ല. എനിക്ക് ഇന്നവരെ ഇത് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്രയും നാളുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെ കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത്. എനിക്ക് കുഴപ്പമില്ല. പറയുന്നുണ്ട് ഡാസ്ലർ ഭയങ്കര ലോക്കൽ ബ്രാൻഡാണ്, ഇത് ഭയങ്കരമായിട്ട് ലിപ്സൊക്കെ ഡാർക്ക് ആക്കുന്നേ. എനിക്കറിയില്ല കേട്ടോ. കാരണം എൻ്റെ ലിപ്സ് ഒന്നും ഇതുവരെ ഡാർക്ക് ആയിട്ടില്ല. അത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഓൾറെഡി പിഗ്മെൻറ്റഡ് ലിപ്സ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തതിൻ്റെ പേര് കൂടുതൽ പിഗ്മെൻറ്റഡ് ആയിട്ടില്ല കേട്ടോ. പണ്ടും അങ്ങനെയൊക്കെ തന്നെ, ഇപ്പോഴും അങ്ങനെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെപ്പോലെ കുഴപ്പമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ട്, എൻ്റെ കളറൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പോകുമ്പം ഒന്ന് ജസ്റ്റ് വാങ്ങിച്ച് നോക്കൂ കേട്ടോ. നല്ല ഷെയ്ഡ്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും പറഞ്ഞ പോലെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.